ആ ഹലോ പറയടാ. ഞാൻ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതോ. ആ എടാ സത്യത്തിൽ ഞാൻ പാകിസ്ഥാനിലായിരുന്നടാ. സത്യമായിട്ടും പാസ്പോർട്ടൊന്നും വേണ്ടെന്ന് എങ്ങോട്ട് പോകാൻ. ഇന്ത്യയിലേക്ക് വരാൻ പാകിസ്ഥാൻ പാസ്പോർട്ടൊക്കെ വേണം. എടാ അവരുടെ രാജ്യത്തേക്ക് പോകാനാണെങ്കിൽ അങ്ങോട്ട് കയറി അങ്ങ് പോയാൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കും ചെല്ലാം. ആ ആ കാരണം എൻ്റെ ദൈവമേ, ഇല്ലടാ ഞാൻ മീൻ ചികിത്സയില്ലേ, മീനിൻ്റെ വായിൽ ഈ ഷുഗറിൻ്റെ അല്ല ആസ്മയ്ക്കുള്ള ഗുളിക ഇട്ടിട്ട് നമ്മളെ വിഴിയിക്കും. എവിടെ കുറയാൻ. ഞാൻ പോയതാടാ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ തൊട്ടാടാ. ഈയിടെ സത്യമായിട്ടും അതന്നെ. എടാ അവിടെ ഉള്ള ആർക്കും അവരെ കാണാം. കാരണം എന്ന് പറഞ്ഞാൽ അവർ പട്ടാളക്കാർ. പിന്നെ എടാ ചൈന കൊടുക്കുന്ന കുറേ ഡ്രസ്സല്ലാതെ അവരുടെ കയ്യിൽ ഒരു കോപ്പുമില്ല. വെടിയുണ്ടൊക്കെ പിള്ളേർ അവിടെ കൊണ്ട് തൂക്കി വിറ്റൊക്കെയാണ് കഴിയുന്നത്. ആ പാട്ടി എന്നായിരുന്നു എൻ്റെ എടാ ചെറുക്ക ഇവിടെ കേട്ടോ ഭേദം കേട്ടോ. ആ ഇനിയിപ്പോൾ ക്രിക്കറ്റിൽ തോപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇരുന്ന് കരച്ചിൽ. എടാ സത്യോടാ, എടാ സത്യം അയാളിന്ന് കഴിയാ പ്രസിഡൻറ്റിൻ്റെ നിയന്ത്രണത്തിലൊന്നും അയാൾ ഇവിടെ വന്നിരുന്നു. ഏട്ടാ എനിക്ക് ഫുഡ് മേടിച്ചു തന്നു, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാനല്ല, ചൈനയിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. റെസ്റ്റോറൻറ്റിൽ വേഷം മാറിയ പുള്ളി വന്നത് എന്നെ കാണാനായിട്ട്, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അറിയാനാ. ആ അയാൾ കരച്ചിൽ ഇടയ്ക്ക് മേശയിലടിക്കും, എണീറ്റ് നടക്കും. ഈ ചെസ്സ് കളിക്കാർ ചെയ്യുന്ന പോലെ ചെസ്സ് മത്സരമൊക്കെ ഇല്ലേ, അതുപോലെ. എൻ്റെ സത്യോടാ. എന്നിട്ട് അയാൾ പൈസയൊന്നും ഇല്ലെന്നേ. കാരണം പറഞ്ഞാൽ ചൈന ഇപ്പോൾ ഇവർക്ക് ഏതാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്ട് ഒരു സംഭവം റോക്കറ്റോ അല്ലല്ലോ മിസൈൽ ഏതാണ്ട് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പരാതി. ചൈന ആ പൈസ വേണമെന്നും പറഞ്ഞുകൊണ്ട് എങ്ങാണ്ട് അവന്മാർക്കെല്ലാം ഈ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ അറിയത്തുള്ളൂ. അവന്മാരങ്ങനെ ചൈന മൊബൈൽ തൊട്ട് സർവ്വ സാധനങ്ങളും അവന്മാരെങ്ങാനും ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അത് ഒറിജിനലാന്നേ. അത് ഇന്ത്യ വെടിവെച്ചിട്ടല്ലോ. അതോടുകൂടി അയാൾ മേടിച്ച പൈസ അല്ലെന്നാണ് നമ്മൾ ചൈനക്കാർ. ഇയാൾ എവിടെ നിന്നിട്ട് കൊടുക്കാൻ? അവിടെ പട്ടിണിയും ദാരിദ്ര്യമാന്നേ. അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ പോയി കാണണോടാ. പട്ടാളത്തിന് നല്ല ഡ്രസ്സ് ഇടുന്നല്ലാതെ അവിടുത്തെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. അതിനങ്ങനെ അവിടുത്തെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ വരാൻ പറ്റൂടാ. അവിടെ ചോദ്യം പറിച്ചിലൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയാൽ നമ്മളിവിടെ അടി കുത്ത് അതൊക്കെ അല്ലേ. അങ്ങനെയൊന്നുമില്ല. അത് വെടിവെച്ചിടുക. അവിടുത്തെ പല പ്രധാനമന്ത്രിക്ക് വെടിവെച്ച് ഭയങ്കര ഒരവസ്ഥയാണ്. ഇനിയിപ്പോൾ ക്രിക്കറ്റിൽ തോൽപ്പിക്കുന്ന. അപ്പം അവരുടെ ലാസ്റ്റ് പ്രതീക്ഷ നടന്നു. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അത് നടന്നില്ല. കള്ളനോട്ടന്മാർ അച്ചടിച്ച് ചൈനയിലാണ് കൊടുത്തിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അല്ല പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒന്നും നടന്നില്ല. പിന്നെ ബംഗ്ലാദേശ് കൂടെ കൂടുതലെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൊടുക്കുന്ന ആഹാരവും മരുന്നൊക്കെയാണ് ഈ ബംഗ്ലാദേശിലെങ്ങാണ്ടൊക്കെ കഴിക്കുന്നതെന്ന്. പാകിസ്ഥാനിൽ അവിടുത്തെ ആൾക്കാർക്കേ ഇല്ലടാവേ. അന്നി ചിരിക്കാതെ. സ്കൂളോ? ഇല്ലില്ല. സ്കൂളിലൊന്നും അങ്ങനെ മിക്കവാറും അവിടെ ആരും പോകാറില്ല. എല്ലാവരും വീട്ടിൽ ഇരിക്കും. കാരണം അതങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങാണ്ട് ഹമാസോ അങ്ങനെയുള്ളവന്മാർ ഇവിടെ ആൾക്കാർ വെടിവെച്ച് കൊല്ലും. അവർക്ക് ആകെ പ്രതീക്ഷ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ അനുകൂല ആൾക്കാരാണ്. പക്ഷേ അവർ പറയും ഇപ്പോൾ ആരും ഇല്ലെന്ന്. ഒരു ഭാഗത്തിൽപ്പെട്ടവരും പാകിസ്ഥാൻ അനുകൂലിക്കുന്നവരുന്നു. ഒന്നെങ്കിൽ ഇൻ്റലിജൻസ് പിടിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ത്യ തന്നെയാണ് ഭേദം, പട്ടിണി കിടക്കാതെ എന്നും വിളിച്ച് പറയാനുള്ള രാജ്യമെന്ന് മനസ്സിലായി. സത്യമായിട്ടൂടാ. അവർ നമ്മൾ ഈ പണ്ടെങ്ങാണ്ട് മിസൈൽ പരീക്ഷണമൊക്കെ നടത്തിയപ്പോൾ അവന്മാരെങ്ങാണ്ട് കമ്പ്യൂട്ടറിലാണ് നടത്തിയത്. ബോംബർ അങ്ങനെയൊക്കെ ആയിരുന്നു. മാത്രമല്ല റഷ്യയും അമേരിക്കയും എല്ലാം നമ്മുടെ കൂടെയാണെന്ന് മനസ്സിലായി. ഇസ്രായേലും പിന്നെ സൗദി അങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ. അവന്മാർ ഇയാൾ തന്നെ പുറത്ത് വെളിയിൽ നടക്കുന്നില്ലെന്നേ. പട്ടാളക്കാരെ വിശ്വസിക്കാൻ കൊള്ളുകയെന്നാണ് പറയുന്നത്. അവന്മാരെല്ലാം കൈക്കൂലിക്കാരന്മാരാന്നേ. ഒരു തോക്കിന് വരെ അവന്മാർ പൈസ മേടിക്കും. എൻ്റെ ഇയാൾ കരച്ചിലല്ല. ഇയാൾ രാത്രി സ്വപ്നം കണ്ട്. ഞാൻ അന്ന് അയാളുടെ കൂടെ കിടന്നുടങ്ങിയത്. നല്ല സെറ്റപ്പൊക്കെ കേട്ടോ. അയാൾ നല്ല സുഖമായിട്ടൊക്കെ ജീവിക്കും. ഈ പൈസ കയ്യിലില്ലെന്നേ ഉള്ളൂ, ഗൂഗിൾ പേയിലും ഇല്ല. പട്ടാളം നോക്കേ. അയാൾ രാത്രി ഞെട്ടി എണീക്കും. ഞാൻ ചോദിക്കും എന്നാ ഞെട്ടി എണീക്കും? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വപ്നം കാണുമ്പോൾ പേടിയാണ്. ഇടയ്ക്കിടയ്ക്ക് രാത്രി സ്വപ്നം കാണുമെന്ന്. സത്യമായിട്ടുള്ള ഇത് ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല. ഞാൻ വന്ന് കയറിയിട്ട് ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, അതാ വിളിച്ചത്. ഒന്നും വെളിയിൽ പറയരുത് കേട്ടോ. വെളിയിൽ പറയരുത്. ഞാൻ സ്വപ്നം കണ്ടതാണെന്നോ?
ആ ഞാൻ സ്വപ്നം കണ്ടാണെങ്കിൽ അങ്ങനെ വെച്ചേച്ച് പോടാന്ന് പോ, ഞാൻ സംസാരിക്കുന്നില്ല എന്നോട്.